ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കല്യാണത്തിന് പോയ വിശേഷമാണ് കേട്ടോ. കല്യാണം ആരുടെയെന്ന് വെച്ചാൽ ഞങ്ങളുടെ അയൽവാസി തന്നെയായിരുന്നു. എനിക്ക് ബിഗിനിങ് മുതൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വണ്ടിയിൽ കയറിയപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാമെന്നുള്ള ബോധം ഉണ്ടായത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങ് തുടങ്ങി. ഞങ്ങൾ ട്രാവലറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പെൺകുട്ടിയുടെ വീട് പെരുമ്പിലാവാണ്. ഞങ്ങൾ കയറിയ വണ്ടിയിൽ ഒരുപാട് പിള്ളേർ പാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാട്ടും അവരുടെ നോയ്സും കൂടെ ആയിട്ട് ആകെ കൂടെ അലമ്പായിരുന്നു. കോലാഹലം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ആ വണ്ടിയിൽ അതായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഒരു 4-5 ട്രാവലർ ഉണ്ടായിരുന്നു. ഒരു കൺവെൻഷൻ സെൻ്ററാണ് പെരുമ്പിലാവ്. സ്ഥലം എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടണില്ല കേട്ടോ. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പാടത്തിൻ്റെ വയലിൻ്റെ സൈഡിലായിരുന്നു ഈ കൺവെൻഷൻ സെൻ്റർ ഉണ്ടായിരുന്നത്. വെൽക്കം ഡ്രിമും കാര്യങ്ങളൊക്കെ പുറത്ത് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ എനിക്ക് വെള്ളമൊക്കെ എടുത്ത് കൊടുന്നതെന്ന് ഞങ്ങളങ്ങനെ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കയറി. എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലൊക്കെ ഫില്ലായതുകൊണ്ട് ഞങ്ങൾ ഒറ്റ ബാക്കിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഈ സംഗീതോപകരണങ്ങൾ, വാദ്യോപകരണങ്ങൾ ഇതൊക്കെ വെച്ചിട്ടുള്ള കല്യാണം ലൈവായിട്ട് കാണുന്നത്. മറ്റേത് നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അവർ പ്ലേ ചെയ്യലേ ചെയ്യാറ്. ഇത് ലൈവായിട്ട് അവർ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ നാദസ്വരം അല്ലേ, അങ്ങനെ ഇതിന് പറയാൻ തോന്നുന്നു അല്ലേ ഗൈസ്? അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് ചെക്കൻ്റെ പെണ്ണിൻ്റെ എൻട്രിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിലാവുകൊണ്ട് എനിക്ക് അധികം ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതാ നമ്മളുടെ ബ്രൈഡ് എത്തി. താലികെട്ടും കാര്യങ്ങളൊക്കെ അവർ ആ സൈഡിൽ കൂടെ നടത്തുന്നുണ്ട്. ഞങ്ങളപ്പോഴേക്കും നോക്കുമ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. താലികെട്ട് കഴിഞ്ഞാൽ ഫുഡ് അടി തുടങ്ങുമല്ലോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഡൈനിങ് ഏരിയ തിരഞ്ഞ് നടക്കുകയാണ് കേട്ടോ. ഏത് വഴിക്ക് പോയാലും എത്തുന്നില്ല. ഞങ്ങൾ കുറേ അങ്ങനെ നടന്നിട്ട് അവസാനം ഡൈനിങ് ഏരിയ കണ്ടെത്തി. അപ്പോഴേക്കും ഒരു തലക്കിൽ കുറേ പേര് കഴിക്കൽ തുടങ്ങി, കുറേ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല സദ്യയായിരുന്നു കേട്ടോ. 2 തരം പായസം ഉണ്ടായിരുന്നു. പഴം പ്രഥമനും പാലടയും. നല്ല സദ്യയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.